ഹലോ, നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് ഞാൻ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഇവിടെ കറി വെക്കുന്നത്. അപ്പോൾ ചിക്കനിൽ ഞാൻ നേരത്തെ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല, തൈര് ഇതൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചായിരുന്നു. നമ്മളത് അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്ത്, പിന്നെ സ്പൈസസ് നമ്മുടെ ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, തക്കാളി, പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. ചിക്കൻ ഏതായാലും ഫ്രൈ ആക്കിയേക്കണമല്ലോ. പിന്നെ അത് വാടി വന്നപ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അത് നല്ലപോലെ ഇതായി വന്നു. അതിൻ്റെ ഇടയിൽ ചിക്കൻ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആയതൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ ചിക്കനിൽ ഓൾറെഡി കുറച്ച് മസാല തേച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പൊടികൾ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ചിക്കൻ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ആ മസാല നമ്മൾ പാനിൽ നിന്നെടുത്ത് മാറ്റി ചൂടാറാൻ വെച്ചു. അത് കഴിഞ്ഞത് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ടടിക്കുക. മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. അപ്പം നല്ല കൊഴുപ്പോടുകൂടി ഗ്രേവി കിട്ടും നമുക്ക്. അതിന് ശേഷം നമ്മൾ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഗ്രേവി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഗ്രേവി ഒന്ന് ചൂടാവുന്നവരെ മൂടി വെച്ചൊന്ന് കുറച്ച് നേരം ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തില്ല, ആ ഗ്രേവി മാത്രമേ വെച്ചിട്ടുണ്ടായുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നമുക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ചിക്കനിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് 8 മിനിറ്റ് അത്രയൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് അതിന് ശേഷം കസൂരി മെത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മല്ലിയില അതും ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ചോറിനും അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.